പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ കേസ് സ്റ്റഡീസ് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സമകാലീന ക്ലാസിക്കുകളായിട്ടുള്ള കേസ് സ്റ്റഡീസ് ഞാൻ ഉൾപ്പെടുത്തിയത്. കഴിഞ്ഞ ഇതിൽ നമ്മൾ കിം ടെക് പറഞ്ഞപ്പോൾ ഇതിൽ നമ്മൾ അടൂർ ഗോപാലകൃഷ്ണൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സിനിമയാണ് എലിപ്പത്തായം. The new wave in Malayalam cinema began in the 1970s with the arrival of exquisite filmmakers like Adur Gopalakrishnan, K.G. George, G. Aravindan, John Abraham, M.T. Vasudevan Nair, Bharathan, Shaji N. Karun and P. Padmarajan. പ്രശസ്തമായിട്ട് നമ്മളിപ്പോൾ ഒരു ന്യൂ വേവ് സിനിമ അതിൻ്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ 1970-കളിലാണ്. അതിൽ പ്രധാനപ്പെട്ട സിനിമ സംവിധായകരായിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ, K.G. ജോർജ്, G. അരവിന്ദൻ, ജോൺ അബ്രഹാം, M.T. വാസുദേവൻ നായർ, ഭരതൻ, ഷാജി എൻ കരുൺ, പി പത്മരാജൻ, ഇവരൊക്കെയാണ് അതിലെ മലയാള സിനിമയിലെ പ്രശസ്തർ എന്ന് പറയാം. Satyajit Roy's role in revolutionizing Indian cinema in the 1950s with his first film Pathir Panchali was emulated by Adur Gopalakrishnan in Kerala to create a momentous change in Malayalam cinema. നമ്മൾ 1950-കളിൽ സത്യജിത്ത് റേയുടെ റോള് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ പഥേർ പാഞ്ചാലി അതിൻ്റെ ഒരു അനുകരണമായിട്ടാണ് പിന്നീട് വന്നിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ കേരളത്തിൽ മലയാള സിനിമയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ഒരു സ്പെഷ്യാലിറ്റി, ഹിസ് ഫിലിംസ് ആർ യുണീക്ക് ഇൻ ദ സെൻസ് ദാറ്റ് ദേ ഡീൽ വിത്ത് ദ സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് സ്റ്റോറീസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ആ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എപ്പോഴും കൈകാര്യം ചെയ്യുന്നത് സാമൂഹ്യ പ്രശ്നങ്ങളും അതനുഭവിക്കുന്ന മനുഷ്യ ജീവിതത്തിലെ സാമൂഹ്യ പ്രശ്നങ്ങളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ഹിസ് ക്യാരക്ടേഴ്സ് ആർ ഒറിജിനൽ ആൻഡ് ലൈവ് ക്ലോസ് ടു റിയാലിറ്റി. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ എപ്പോഴും യാഥാർത്ഥ്യത്തോട് അടുത്ത കഥാപാത്രങ്ങളായിരിക്കും. ഒരു കൊമേഴ്സ്യൽ സിനിമയുടെ ഒരു സെറ്റിംഗ് ആയിരിക്കില്ല അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ. ത്രൂ ഹിസ് ഫിലിംസ് അടൂർ പോർട്രേഡ് ദ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ അസോസിയേറ്റഡ് വിത്ത് ദ സ്റ്റേറ്റ് ഓഫ് കേരള. കേരളം എന്ന സംസ്ഥാനത്തിൻ്റെ സംസ്കാരം, അതുപോലെ ചരിത്രം, അതൊക്കെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ തൻ്റെ സിനിമയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. An interpretation of Adur's films can be made beginning with the using the term avant-garde or new wave or parallel cinema. അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു ന്യൂ വേവ് സിനിമയോ അല്ലെങ്കിൽ അവൻ്റ് ഗ്രേഡ് അതിൻ്റെയൊക്കെ ഒരു തുടക്കമാണ് എന്ന് വേണമെങ്കിൽ നമ്മൾ മലയാള സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയെക്കുറിച്ച് നമുക്ക് പറയാം. His films can be distinguished from the mainstream cinema for their theme and treatment. അദ്ദേഹത്തിൻ്റെ മെയിൻ സ്ട്രീം സിനിമയിൽ നിന്ന് വ്യത്യസ്തമാണ് അദ്ദേഹത്തിൻ്റെ സിനിമ, അത് തീമിലായാലും അതിൻ്റെ അവതരണത്തിലായാലും. അടൂർ ഗോപാലകൃഷ്ണൻ wrote and directed over 20 stage plays during his academic career. അദ്ദേഹം 20ഓളം സ്റ്റേജ് നാടകങ്ങൾ അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് കരിയറിൽ ചെയ്തിട്ടുണ്ട്. A graduate in political science and economics, he joined the Film and Television Institution of India. അതായത് പൊളിറ്റിക്സിലായിരുന്നു അദ്ദേഹത്തിന് ബിരുദം, അതുപോലെ സാമ്പത്തിക ശാസ്ത്രത്തിലും. അതിനുശേഷം അദ്ദേഹം പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചേർന്നു. ആഫ്റ്റർ ഷോർട്ട് സ്റ്റിൻറ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ് വിത്ത് കേരള ഗവൺമെൻറ് ആൻഡ് ഗോട്ട് ഹിസ് ഡിപ്ലോമാസ് ആൻഡ് സ്ക്രീൻ റൈറ്റിംഗ് ആൻഡ് ഡിറക്ഷൻ ഇൻ 1965. ഗവൺമെൻറ് ജോബൊക്കെ കിട്ടിയിരുന്നെങ്കിലും അദ്ദേഹം സ്ക്രീൻ റൈറ്റിങ്ങിലും ഡയറക്ഷനിലുമൊക്കെ അദ്ദേഹം 1965 ഡിപ്ലോമകൾ നേടി. One of the leading lights of the new Indian cinema, Adur pioneered the film society movement in the state of Kerala and started the country's first film cooperative, Chitralekha. അങ്ങനെ അദ്ദേഹം ആദ്യം ഒരു ഫിലിം സഹകരണ സംഘം, ഒരു സൊസൈറ്റി തുടങ്ങി, ചിത്രലേഖ, ഫോർ ദ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സിബിഷൻ ഓഫ് ക്വാളിറ്റി ഫിലിംസ്. അതിൽ പ്രൊഡക്ഷൻ, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ എക്സിബിഷൻ, ക്വാളിറ്റി ഫിലിംസിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ നൽകി എന്ന് പറയുകയാണ്. ഹിസ് ഫസ്റ്റ് ഫിലിം സ്വയംവരം 1972 മാർക്ക് ദ ഗ്രേറ്റ് ചേഞ്ച് ഇൻ മലയാളം സിനിമ. അദ്ദേഹത്തിൻ്റെ ആദ്യ മൂവി 1972 സ്വയംവരമാണ്. അത് വളരെയധികം മാറ്റങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം. ദ ഫിലിം ബ്രോക്ക് ദ കൺവെൻഷണൽ കോൺസെപ്റ്റ്സ് ദാറ്റ് പ്രിവെയിൽഡ് ഇൻ മലയാളം സിനിമ. മലയാളം സിനിമയിലെ യാഥാസ്ഥിതിക സങ്കല്പത്തെ മുഴുവൻ എന്താ പറയുക തകർക്കുന്ന രീതിയിലുള്ളൊരു മൂവിയായിരുന്നു ഈ സിനിമ സ്വയംവരം. സ്വയംവരം narrated the story of a young couple struggling for their survival in a city after escaping from their village. സ്വയംവരം narrated a story of young couple
സ്വയംവരം എന്ന് പറഞ്ഞ സിനിമ ഒരു ചെറുപ്പക്കാരായിട്ടുള്ള ഒരു ദമ്പതികളുടെ കഥയാണ്. സ്ട്രഗ്ലിംഗ് ഫോർ ദെയർ സർവൈവൽ ഇൻ എ സിറ്റി ആഫ്റ്റർ എസ്കേപ്പിംഗ് ഫ്രം ദെയർ വില്ലേജ്. ഗ്രാമത്തിൽ നിന്നും ഒളിച്ചോടി പോന്ന അവർ സിറ്റിയിൽ നിന്നും അവരുടെ അതിജീവനത്തിന് വേണ്ടി പോരാടുന്ന ഒരു കഥയാണ് ഈ സ്വയംവരം. ദ ഫിൽം മാർക്ക് ദ ഡിപ്പാർച്ചർ ഫ്രം ദ യെസ്റ്ററിയോസ് supposed to be essential ingredients for film like songs, action sequence, melodramatic situations, etc. This very first film itself, Adur, made a great impact on the minds of the audience. ആദ്യത്തെ സിനിമയിൽ തന്നെ വളരെയധികം സ്വാധീനം ചെലുത്താൻ, ഓഡിയൻസിൻ്റെ മനസ്സിൽ സ്വാധീനം ചെലുത്താൻ അടൂർ ഗോപാലകൃഷ്ണന് കഴിഞ്ഞിട്ടുണ്ട്. Adur's third feature film, Elipatayam, won him mention of the great of the British Film Institute for the most original and imaginative film in 1982. 1982 അദ്ദേഹത്തിന് ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ഒറിജിനൽ അല്ലെങ്കിൽ ഇമാജിനേറ്റീവ് ഫിലിം എന്ന് അദ്ദേഹത്തിൻ്റെ സിനിമയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ഈ എലിപ്പത്തായത്തെക്കുറിച്ച് ദ ഇൻ്റർനാഷണൽ ഫിലിം ക്രിട്ടിക് പ്രൈസ് റീച്ച്ഡ് ഹിം 5 times സക്സസീവ്ലി ഫോർ മുഖാമുഖം, അനന്തരം, മതിലുകൾ, വിധേയൻ ആൻഡ് കഥാപുരുഷൻ. അതുപോലെ അന്തർദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് അത് ഫിലിം ക്രിട്ടിക് പ്രൈസാണ്, FIPRESCI. അദ്ദേഹത്തിന് 5 തവണ കിട്ടിയിട്ടുണ്ട്. അത് തുടർച്ചയായിട്ട് കിട്ടിയതാണ്. മുഖാമുഖത്ത്, അനന്തരം, മതിലുകൾ, വിധേയൻ, കഥാപുരുഷൻ ഈ സിനിമകൾക്കാണ് കിട്ടിയത്. People came to realize that a filmmaker's purpose is not confined to simply telling a story. അപ്പം ജനങ്ങൾ തിരിച്ചറിയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സിനിമാ സംവിധായകൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വെറുതെ ഒരു കഥ പറഞ്ഞു പോകുന്നതിലല്ല. ദേ ബിക്കേം മോർ ഫെമിലിയർ വിത്ത് ദ ഈസ്തെറ്റിക് ഓഫ് സിനിമ. സിനിമയുടെ സൗന്ദര്യശാസ്ത്രം വളരെ നന്നായിട്ട് അറിയണം ഒരു സിനിമ സംവിധായകൻ. Adur made this idiosyncrasies of the medium more popular among the spectators. അടൂറിൻ്റെ തന്നെ തൻ്റേതായിട്ടുള്ള ഒരു ശൈലി അദ്ദേഹത്തിൻ്റെ സിനിമയിലുള്ളത്, അത് ഓഡിയൻസിന് വളരെയധികം പോപ്പുലറായി അദ്ദേഹത്തിൻ്റെ സിനിമ എന്ന് പറയണം. സിംപ്ലിസിറ്റി ഈസ് ദ കീ ഫീച്ചർ ഓഫ് അടൂർ ഫിലിംസ്. മറ്റൊരു പ്രധാനപ്പെട്ട സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ലാളിത്യമാണ് അടൂർ സിനിമയുടെ പ്രത്യേകത. വിത്ത് ദിസ് സിംപ്ലിസിറ്റി ഹി ഇൻ്റർവ്യൂസ് ദ കോംപ്ലക്സിറ്റി ഓഫ് ദ ഹ്യൂമൻ മൈൻഡ് ആൻഡ് ഇറ്റ് വേഗറീസ് വിത്ത് എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻസ് ഓഫ് ഗ്രേറ്റ് ക്രാഫ്റ്റ്സ്മാൻ. ഈ ലാളിത്യം അദ്ദേഹം കാണിച്ചു തരുന്നത് മനുഷ്യ മനസ്സിൻ്റെ സങ്കീർണതകളെ വളരെ ലളിതമായിട്ട് അവതരിപ്പിക്കുകയാണ്. അത് അവതരിപ്പിക്കുന്ന അസാധാരണമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ബ്രില്യൻസും അദ്ദേഹത്തിൻ്റെ ആ ക്രാഫ്റ്റ്മാൻഷിപ്പും വളരെ മഹത്തരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമകൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും കേരളത്തിലെ ജനങ്ങൾ, സാധാരണക്കാർക്ക് അതെത്രത്തോളം അത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം വാണിജ്യ സിനിമകൾ കണ്ട് ശീലിച്ച കേരളത്തിലെ സാധാരണ സിനിമ ഓഡിയൻസ്, അവർക്ക് അത്രത്തോളം അതിന് താല്പര്യം ഉണ്ടാവണമെന്നില്ല. കാരണം വളരെ പലപ്പോഴും വാക്കുകൾക്ക് പകരം പലപ്പോഴും മൗനങ്ങളുണ്ടാവും. ഒരു സീനിൽ സംസാരങ്ങൾ കുറവായിരിക്കും. അപ്പോൾ അത് കേരളത്തിലെ ഓഡിയൻസിൻ്റെ ഇടയിൽ അവാർഡ് സിനിമ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ അത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് റിയലിസ്റ്റിക്കായിട്ട് അവതരിപ്പിക്കണമെങ്കിൽ അങ്ങനെ വേണം എന്ന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തിട്ടുള്ളത്. അന്തർദേശീയ തലത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെ ഏത് രീതിയിലാണ് വരയ്ക്കപ്പെട്ടത് എന്ന് നമുക്ക് ഫോറിൻ കൺട്രീസിലുള്ള ഒരാളോട് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം അത്രത്തോളം ഗ്രേറ്റ് ആയിട്ടുള്ള മൂവീസാണ് അദ്ദേഹം എടുത്തിരുന്നത് എന്ന് പറയാം. അപ്പം ഹി ഓൾവേസ് സെറ്റ്സ് ഹിസ് സ്റ്റോറി ഓൺ സോളിഡ് എർത്ത്. ഭൂമിയിലാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ നിലനിന്നത് എന്ന് പറയാം. ആൻഡ് ബിൽഡ് ഹിസ് പ്ലോട്ട്സ് ഓൺ ദ ഡെയിലി ലൈഫ് ഇൻസിഡൻസ് ഓഫ് ഓർഡിനറി പീപ്പിൾ. അതുപോലെ സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, അവരുടെ ജീവിതത്തിലെ സംഭവവുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള ഇതിവൃത്തമാണ് അദ്ദേഹം എടുത്തിരുന്നത്. These exquisite features have made his films fairly rewarded at numerous international film festivals. ഇതൊക്കെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ പല അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവലിലും ഒരുപാട് അവാർഡുകൾ അല്ലെങ്കിൽ പ്രതിഫലം കിട്ടാൻ കാരണമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എലിപ്പത്തായം എന്ന് പറയുന്നത് ദ റാറ്റ് ട്രാപ്പ്, എലിക്കണി എന്ന് വേണമെങ്കിൽ പറയാം, ഈസ് എ 1981 മലയാളം ഫിലിം റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ അടൂർ ഗോപാലകൃഷ്ണൻ. 1981 ഇത്
റിലീസ് ചെയ്യുന്നത്. അതിൻ്റെ സംവിധാനം അതുപോലെ അതിൻ്റെ സ്ക്രിപ്റ്റ് കഥ ഒക്കെ അദ്ദേഹത്തിൻ്റെയാണ്. ഇറ്റ് സ്റ്റാർസ് കരമന ജനാർദ്ദനൻ നായർ, ശാരദ, ജലജ ആൻഡ് രാജം കെ നായർ. ഇത് പറ്റുവാണെങ്കിൽ നിങ്ങൾ കാണുക. ഇതിലെ പ്രധാനപ്പെട്ട അഭിനേതാക്കൾ കരമന ജനാർദ്ദനൻ നായർ. സുധീർ കരമന എന്ന് പറയുന്ന നമ്മളുടെ ഈ ന്യൂജൻ സിനിമകളിലൊക്കെ പ്രധാനമായിട്ട് വേഷം ചെയ്യുന്ന സുധീർ കരമനയുടെ അച്ഛനായിരുന്നു കരമന ജനാർദ്ദനൻ നായർ. അതുപോലെ ശാരദ, അന്നത്തെ കാലഘട്ടത്തിലെ ദുഃഖപുത്രി എന്നറിയപ്പെടുന്ന ശാരദ, അതുപോലെ ജലജ, പിന്നെ രാജം കെ നായർ. ഇത്രയും ആയിരുന്നു അതിലെ പ്രധാനപ്പെട്ട അഭിനേതാക്കൾ. The film documents the feudal life in Kerala at its twilight, overshadowed with grief and a sense of carelessness, avoidance as a form of revolt. The film documents the feudal life in Kerala. ആ കാലഘട്ടത്തിലെ ഒരു ഫ്യൂഡൽ ലൈഫ്, ഒരു തറവാട്ടിലെ ഒരു കാരണവരുടെ അല്ലെങ്കിൽ ഒരു ഭൂടമ ജീവിതമാണ് അദ്ദേഹം അതിലൂടെ വരച്ച് കാട്ടിയിരിക്കുന്നത്. ഓവർഷാഡോഡ് വിത്ത് ഗ്രീഫ് ആൻഡ് സെൻസ് ഓഫ് കെയർലെസ്നെസ്, അവോയ്ഡൻസ് ആസ് എ ഫോം ഓഫ് എ റിവോൾട്ട്. അവിടെ ദുഃഖം, അതുപോലെ ഒരു കുടുംബത്തിലെ പിന്നെ മുതിർന്നയാൾ അല്ലെങ്കിൽ തറവാട്ട് കാരണവർക്ക് മാത്രമാണ് പ്രാധാന്യം, ബാക്കിയുള്ളവരൊക്കെ ഒന്നും ഇല്ലാണ്ടാവുന്ന ഒരവസ്ഥയൊക്കെ അതിൽ വരുന്നുണ്ട്. The film premiered at the 1982 Cannes Film Festival. It was also screened at the London Film Festival, where it won the Sutherland Trophy. 1982 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചിരുന്നു. അതുപോലെ ലണ്ടൻ ഫിലിം ഫെസ്റ്റിവലിൽ അത് സതർലാൻഡ് ട്രോഫി കരസ്ഥമാക്കിയിരുന്നു. ഇറ്റ് ഈസ് വൈഡ്ലി റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്ത്യൻ ഫിലിംസ് എവർ മെയ്ഡ്. അത് ഇന്ത്യൻ സിനിമകളിലെ ഒരു പ്രശസ്തമായിട്ടുള്ളൊരു സിനിമയായിട്ട് ഇപ്പോഴും പരിഗണിക്കപ്പെടുന്ന ഒരു സിനിമയാണ് ഈ എലിപ്പത്തായം. അടൂർ ഗോപാലകൃഷ്ണൻസ് ഫിലോസഫി ഓഫ് മിനിമലിസം ഈസ് എവിഡൻറ്റ് ഇൻ ദ സ്പെയർസ് കൺവെർസേഷൻസ് ആൻഡ് റിസൗണ്ടിങ് സൈലൻസസ്. അദ്ദേഹത്തിൻ്റെ ഈ സംഭാഷണം, ഞാൻ നേരത്തെ പറഞ്ഞു സംഭാഷണം കുറവായിരിക്കും, അതുപോലെ മൗനങ്ങൾ നിറയും എന്ന് പറയും പല സ്ഥലത്തും. സൈലൻസ് ഈസ് ദ മേജർ മോട്ടീവ് ഓഫ് ദ ഫിലിം. ദ ക്യാരക്ടേഴ്സ് വർക്ക് ആൻഡ് വാക്ക് ഇൻ സൈലൻസ്. അപ്പം കൂടുതലായിട്ടും പ്രധാനപ്പെട്ട ഒരു മോട്ടീവ് എന്ന് പറയുന്ന സിനിമയിലെ മോട്ടീവ് എന്ന് പറയുന്ന മൗനമാണ്. ദ ക്യാരക്ടേഴ്സ് വർക്ക് ആൻഡ് വാക്ക് ഇൻ സൈലൻസ്. കഥാപാത്രങ്ങൾ അധ്വാനിക്കുന്നുണ്ട്, അവർ മൗനത്തിലാണ് അവർ സഞ്ചരിക്കുന്നത്. കോൺവെർസേഷൻ ആർ ലെഫ്റ്റ് ഹാങ്ങിങ് ഇൻ മിഡ് എയർ. ഒരുപക്ഷെ ഈ വായുവിലിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന സംഭാഷണങ്ങൾ കിടക്കും. കാരണം സപ്പോസ് ഡയലോഗ്സ് ആർ റെഡ്യൂസ്ഡ് ടു മോണോലോഗ്സ് വിത്ത് ഉണ്ണീസ് റെഫ്യൂസൽ ടു റെസ്പോണ്ട്. സീൻസ് ബ്രിഫിറ്റ് എ സൗണ്ട് സീ മോർ എലക്കൻറ്റ് ഡ്യൂറിങ് മെനി ഡ്രമാറ്റിക് മൊമെൻറ്റ്സ് ഇൻ ദ ഫിലിം. അതുപോലെ ഡയലോഗുകൾ വെറും മോണോലോഗുകളായിട്ട്, കാരണം മോണോലോഗ് എന്ന് പറയുമ്പം ഒരാൾ സ്വന്തം പറയുന്നതാണ്. അപ്പം ഡയലോഗിന് റിപ്ലൈ ഇല്ലാണ്ട് ആവുന്ന സമയത്ത് ഇവിടെ മോണോലോഗ് ആവുന്നു എന്ന് പറയണം. വിത്ത് ഉണ്ണീസ് റെഫ്യൂസൽ ടു റെസ്പോണ്ട്. ഇവിടെ ഉണ്ണി എന്ന് പറയുന്ന കഥാപാത്രം പ്രതികരിക്കുക എന്നുള്ളത് നിരാകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഇതിൽ കാണിക്കുന്നത്. റെഫ്യൂസൽ ടു റെസ്പോണ്ട്. എലിപ്പത്തായം ഓൾസോ യൂസസ് എ ഹിസ്റ്ററിക്കൽ മെറ്റഫർ സജസ്റ്റ് എ വേൾഡ് ബിയോണ്ട് ദ ഫ്യൂഡൽ ലോകത്തിനപ്പുറമുള്ള ഒരു ലോകത്തെയാണ് ഇത് കാണിച്ചിരുന്നത്. വെൻ മാത്യു കംസ് ബാക്ക് പ്രോബബ്ലി ഫ്രം ദ ഗൾഫ് വെയറിംഗ് ഡാർക്ക് ഗ്ലാസസ് ഹി സെസ് ഹി കെയിം ബൈ ഫ്ലൈറ്റ് ഹിസ് കമ്പനി ഹാഡ് പെയ്ഡ് ഓഫ് ഓർ. ഇതിൽ മാത്യു എന്ന കഥാപാത്രം തിരിച്ചു വരുന്നുണ്ട്, ഗൾഫിൽ നിന്ന് തിരിച്ചു വരികയാണ്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഗൾഫിൽ പോയ ഒരാൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം എന്തോ ഒരു വലിയ കാര്യം ചെയ്ത ഒരു പ്രതീതിയാണ്. ഗൾഫിലെ ഒരാളെയൊക്കെ കാണാനൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ അദ്ദേഹം മറ്റേ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. അദ്ദേഹം പറയുന്നത് ഞാൻ കമ്പനി തന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് വഴി വിമാനത്തിനാണ് വരുന്നത്. ഹി ഹാൻഡ് ശ്രീദേവി എ പെർഫ്യൂം വിച്ച് ഷീ റിസീവ്സ് ഹാപ്പിലി. ശ്രീദേവിക്ക് അദ്ദേഹം ഒരു പെർഫ്യൂം നൽകുന്നുണ്ട്, അവളത് സന്തോഷത്തോടെ വാങ്ങിക്കുകയാണ്. We see her later in the film applying it copiously soon after the meeting with Matthew. The sisters are out in the field and Sridevi watches a plane flying, which is not only invisible to Rajama but also it makes her blind for a few moments. അപ്പം രാജമ്മയും ശ്രീദേവിയും ആ പ്ലെയിന് കുറച്ച് നേരം അതിലെ മാത്യു പോയതിന് ശേഷം അവിടെ ആ പറക്കുന്ന പ്ലെയിനെ കുറിച്ച് നോക്കി നിൽക്കുന്നുണ്ട്. This is the one occasion when a plane eludes her sight. Clearly the narrative seems to be using the notion of വിഷ്വാലിറ്റി ആൻഡ് സെൻഷ്വാലിറ്റി. ഇവിടെ ഒരു പ്ലെയിനിൻ്റെ ദൃശ്യവും അതുപോലെ തന്നെ ആ പെർഫ്യൂമിൻ്റെ ആ ഗന്ധവും, അത് രണ്ടും കൂടെ അദ്ദേഹം കൂട്ടി ആ ഒരു സങ്കല്പത്തെ നമുക്ക് കാണിച്ചു തരികയാണ്. ടു ഇൻവോക്ക് എ വേൾഡ് ബിയോണ്ട് ഫ്യൂഡൽ. അപ്പോൾ ഫ്യൂഡലിന് അപ്പുറം ഒരു ലോകം ഉണ്ടെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എ വേൾഡ് ഓഫ് കമ്മോഡിറ്റി ആൻഡ് സ്പീഡ് വേർ ദ സെൻസസ് ആർ ഇൻ ഫുൾ പ്ലേ. അവിടെ പിന്നെ കമ്മോഡിറ്റിയുടെ ലോകം, വാണിജ്യത്തിൻ്റെ ലോകം, അത് വളരെ സ്പീഡാണ്. വേർ ദ സെൻസസ് ആർ ഫുൾ പ്ലേ. അവിടെ ഇന്ദ്രിയങ്ങളുടെ ഒരു ഫുൾ പ്ലേ നടക്കുന്നുണ്ട്. ഇവിടെ ഈ പിന്നെ ശ്രീദേവിയും അതുപോലെ രാജമ്മയൊക്കെ
ഇദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടെങ്കിലും അവിടെ ഇദ്ദേഹത്തിൻ്റെ ഈ കഥാപാത്രം ഇതിലെ എലിപ്പത്തായം എന്ന് പറയുന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മളെ കരമന ജനാർദ്ദനൻ നായരാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു മറ്റുള്ളതൊന്നും അറിയാതെ ഒരു തറവാട്ടിലെ കാരണവരായിട്ട് അദ്ദേഹം നിൽക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തെ അവിടെ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഒരു കാര്യമെന്ന് പറയുന്നത് അവിടെ രാത്രി തേങ്ങ വന്നിട്ട് കള്ളന്മാർ തേങ്ങ ഇട്ട് പോകുന്നുണ്ട്. അപ്പോൾ തേങ്ങ വീഴുന്ന ഒച്ച കേട്ടിട്ട് പോലും അയാൾ അവിടുന്ന് പോകാൻ തയ്യാറാവുന്നില്ല. അയാളൊരു തോർത്തുമുണ്ടും ഇങ്ങനെ കെട്ടിയിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങാനേ തയ്യാറാവാത്തൊരു പ്രകൃതം, അദ്ദേഹത്തിൻ്റെ പ്രകൃതം ഇവിടെ കാണിച്ചു തരാണ്. മാത്രമല്ല എലിപ്പത്തായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ ഒരു എലിക്കണിയിൽ, ഒരു പത്തായപ്പുരയിൽ പത്തായത്തിലൊരു എലി വീണ് കഴിഞ്ഞാൽ അതിന് രക്ഷപ്പെടാൻ അതിന് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക എന്നല്ലാണ്ട് വേറെ ഓപ്ഷനില്ല അതിന്. അതുപോലെ ഒരു എലിക്കണിയിൽപ്പെട്ട അവസ്ഥയാണ് ഈ ഫ്യൂഡൽ പ്രഭുവായിട്ടുള്ള ഈ കരമന ജനാർദ്ദനൻ നായർ അവതരിപ്പിക്കുന്ന കഥാപാത്രം. അത് നിങ്ങൾ നോക്കുക. ദ സ്പെഷ്യൽ അതുപോലെ ഒരു തോർത്ത് വീണ് കഴിഞ്ഞാൽ അത് കുനിഞ്ഞെടുക്കാൻ പോലും അദ്ദേഹം തയ്യാറാവുന്നില്ല. കാരണം അന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തറവാട്ടുകാരവരൊക്കെ ഇങ്ങനെ അവർ ഓർഡർ ഇടുക ചെയ്യുക. സ്ത്രീകളൊക്കെ ഭയന്നിരിക്കണം, അവരിങ്ങനെ ഓർഡർ ഇട്ടുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് സ്ത്രീകളിങ്ങനെ ഒരു അടിമകളെ പോലെ പണിയെടുത്തുകൊണ്ടിരിക്കണം, ആ ഒരു രീതി. പക്ഷേ ഇയാളും ഒരു ലോൺലിനെസ്, ഒറ്റപ്പെടലാണ് ഇയാളും അനുഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മളുടെ സംവിധായകൻ കാണിച്ചിരുന്നത്. ദി സ്പെഷ്യൽ ഓക്യുപ്പേഷൻ ഓഫ് ദ ഫെമിനിൻ ക്യാരക്ടേഴ്സ് ഓൾസോ ഹാസ് എ സർട്ടൻ ഇമ്പോർട്ടൻസ് ഇൻ ദ ഫിലിം. അപ്പോൾ സ്ത്രീ കഥാപാത്രങ്ങൾക്കും ഇവിടെ പ്രധാനമുണ്ട്. രാജമ്മ സ്പെൻഡ്സ് മോസ്റ്റ് ഓഫ് ദ ടൈം ഇൻ വർക്ക് സ്പേസസ്. ഈ രാജമ്മേനെ നമുക്ക് എവിടെയും കാണാം, ഏത് സമയം ജോലി ചെയ്തുകൊണ്ടാണ്. ഷീ കുക്സ് ഫുഡ് ഫോർ ദ ഫാമിലി, ലുക്സ് ആഫ്റ്റർ ഓൾ ദ ഹൗസ് ഹോൾഡ് കോഴ്സ് ആൻഡ് ഈവൻ ടേക്സ് കെയർ ഓഫ് ഹർ ബ്രദർ. അവൾ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, അവൾ ഫുൾ ടൈം ജോലിയാണ്. അതായത് വീട്ടുജോലി മുഴുവൻ അവൾ ചെയ്യണം, പാചകം ചെയ്യണം, അതുകൂടാതെ അവളുടെ സഹോദരനെ നോക്കണം. ശ്രീദേവി സ്പെൻഡ്സ് മോസ്റ്റ് ഓഫ് ദി ടൈം ഇൻ ഹർ ബെഡ്റൂം ഓർ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ അപ്രീഷിയേറ്റിംഗ് ഹർ ഓൺ ബ്യൂട്ടി. ഇപ്പോൾ ശ്രീദേവി എന്ന് പറഞ്ഞ കഥാപാത്രം ഏത് സമയവും ബെഡ്റൂമിലാണ്, കണ്ണാടീൻ്റെ മുമ്പിലാണ്. അവളുടെ സൗന്ദര്യമൊക്കെ ഇങ്ങനെ പഴുത്തിക്കൊണ്ട് അവളിങ്ങനെ കണ്ണാടീൻ്റെ മുമ്പിലിരിക്കും. അവളധികം ഇവളുടെ കൂടെ വർക്ക് ചെയ്യാനൊന്നും തയ്യാറാവുന്നില്ല. ഷീ സ്പെൻഡ്സ് എ ടൈം റീഡിങ് സെൻറ്റിമെൻ്റൽ നോവൽസ് ഇൻ മാഗസിൻസ് ആൻഡ് ഡേ ഡ്രീമിങ്. അവളുടെ സ്പെഷ്യാലിറ്റി അന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരു സ്പെഷ്യാലിറ്റി ഇന്നത്തെ സീരിയലിന് പകരം മംഗള മനോരമ എന്ന് പറഞ്ഞിട്ടുള്ള ചില വീക്കിലികളാണ്. അതിലൂടെ അത് മനോരാജ്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അപ്പോൾ ആ വീക്കിലികളൊക്കെ വായിക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ സീരിയലൈസ്ഡ് ആയിട്ടുള്ള നോവലുണ്ടാവും. അത് ഈ എന്താ പറയുക, ഈ പൈങ്കിളി നോവലുകളെന്ന് പറയും, പ്രണയവും അതും ഇതൊക്കെ കലർന്ന ആ നോവലുകൾ വായിച്ചിട്ട് എന്താ പറയുക, ദിവാസ്വപ്നങ്ങളും കണ്ട് ഇരിക്കുന്ന ഒരു കഥാപാത്രമാണ് ഇതിലെ ശ്രീദേവി. Her romantic thoughts and colorful dreams of the future liven up these places. Similarly, the camera is static when it deals with the emotional problems of Rajamma, but it is quite vibrant when it comes to the treatment of the dreamy world of Sridevi. അപ്പം രാജമ്മയുടെ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളും അത് കുറച്ചും കൂടെ ആക്റ്റീവ് ആവുന്നത് ശ്രീദേവിയുടെ സ്വപ്നലോകവും. രാജമ്മ വളരെയധികം അതിൽ കഷ്ടപ്പെടുന്നു, ശ്രീദേവി സ്വപ്നലോകത്ത് വിളയാടുന്നു. അതാണ്. The camera itself acts like a rat trap, spending most of the time indoors rather than outdoors. ക്യാമറ പോലും അതിലൊരു എലിക്കണി പോലെ വർത്തിക്കുന്നു. കാരണം ഉള്ളിൽ തന്നെയാണ് ക്യാമറ എടുക്കുന്നത്, പുറത്തേക്ക് ക്യാമറ കൊണ്ടുപോകുന്നില്ല. ദ സിസ്റ്റം മരുമക്കത്തായം പ്രിവാലൻ്റ് ഇൻ ദ ഫ്യൂഡലിസ്റ്റിക് ഇറ ഈസ് സബ്ജക്റ്റഡ് ടു ചലഞ്ച് ഇൻ ദ ഫിലിം. അതിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അവിടെ മരുമക്കത്തായം നിലനിന്നിരുന്ന ഒരു കാലഘട്ടമാണ് അവിടെ ഫ്യൂഡലിസ്റ്റ്. കാരണം പെങ്ങളുടെ മക്കൾക്കാണ് പ്രധാനപ്പെട്ട സ്ഥാനം. അവിടെ ഒരിക്കലും മക്കൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. അണ്ടർ ദ മരുമക്കത്തായ സിസ്റ്റം ഓഫ് ഇൻഹെറിറ്റൻസ്, ഡിസെൻറ്റ് ആൻഡ് സക്സഷൻ ഓഫ് ദ പ്രോപ്പർട്ടി വാസ് റൂട്ടഡ് ത്രൂ ദ വിമൻ. അപ്പോൾ സ്ത്രീകളുടെ പെൺമക്കളുടെ കുട്ടികൾ വഴിയാണ് അവിടെ യഥാർത്ഥത്തിൽ അവരുടെ സ്വത്തവകാശവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത്. ദ മദർ ഫോംഡ് ദ സ്റ്റോക്ക് ഓഫ് ഡീസെൻറ്റ് ആൻഡ് കിൻഷിപ്പ് ആൻഡ് ദ റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് ട്രേസ്ഡ് ത്രൂ ഫീമെയിൽസ് വിത്ത് മെയിൽസ് playing a peripheral role. The system literally made it inheritance by nieces and nephews as opposed to sons and daughters. അവിടെ ഇപ്പം മരുമക്കൾ സാധാരണ മക്കളെയും പെൺമക്കളെയൊക്കെ എതിർക്കുന്ന ഒരു സംഭവമൊക്കെ അവിടെ വരുന്നുണ്ട് എന്ന് പറയുന്നു. ബട്ട് ഇൻ ദ ഫിലിം ദ സിറ്റുവേഷൻ സംവാട്ട് ഡിഫറൻറ്റ്. പക്ഷേ ഈ സിനിമയിൽ അതൊക്കെ ഒരു വ്യത്യസ്തമായിട്ടാണ് കാണിക്കുന്നത്. ഉണ്ണി ഈസ് എ ഫ്യൂഡൽ ലാൻഡ് ലോഡ് ഹൂ പൊസസസ് ഓൾ ദ പവേഴ്സ് ടു റൂൾ ഹിസ് പ്രോപ്പർട്ടി. ഉണ്ണി എന്ന് പറയുന്ന വ്യക്തിയാണ് അതിലെ ഫ്യൂഡൽ ലാൻഡ് ലോഡായിട്ട്, അതിലെ ഒരു ഭൂപ്രഭുവായിട്ട് അതിൽ കണക്കാക്കുന്ന വ്യക്തി. അയാളുടെ എല്ലാ സ്വത്തും അവിടെ പിടിച്ചടക്കി വെച്ചിരിക്കുന്നത്. ഹീ ഈസ് ഇൻട്രസ്റ്റഡ് നീദർ ഇൻ ഷെയറിംഗ് ഹിസ് പ്രോപ്പർട്ടി നോർ ഇൻ ഷെയറിംഗ് ദ ഇമോഷണൽ ഇഷ്യൂസ് ഇൻ ദ ഇൻമേറ്റ്സ് ലിവിങ് അണ്ടർ ഹിസ് റൂഫ്. അദ്ദേഹത്തിൻ്റെ മേൽക്കൂരയ്ക്ക് താഴെ ജീവിക്കുന്ന അവർക്ക് തൻ്റെ സ്വത്ത് ഷെയർ ചെയ്ത് കൊടുക്കാനോ കൂടാതെ തൻ്റെ പ്രശ്നങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കാനോ ഒന്നും അയാൾ തയ്യാറാവുന്നില്ല. ഉണ്ണി ഈസ് നോട്ട് വില്ലിംഗ് ടു ലെറ്റ് ഹിസ് സിസ്റ്റർ രാജമ്മ ഗെറ്റ് മാരിഡ് ബിക്കോസ് ഹർ ഡിപ്പാർച്ചർ മേ ത്രെട്ടൻ ഹിസ് എവരിഡേ റൂട്ടീൻ
ആൻഡ് ഓൾസോ ബിക്കോസ് ഓഫ് ഹിസ് ഫിയർ ഓഫ് പാർട്ടീഷൻ. ഇവിടെ ഉണ്ണിയുടെ സഹോദരിയാണ് രാജമ്മ. രാജമ്മയെ കല്യാണം കഴിപ്പിച്ച് വിടാൻ അയാൾക്ക് താല്പര്യമില്ല. കാരണം രാജമ്മയെ കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ രാജമ്മയുടെ മക്കൾക്കും രാജമ്മയ്ക്കുമാണ് സ്വത്തിന് അവകാശം. അതുകൊണ്ട് അയാൾക്ക് അത് കൊടുക്കാൻ, അവളെ കല്യാണം കഴിപ്പിക്കാൻ താല്പര്യമില്ല. കൂടാതെ രാജമ്മ പോയാൽ അയാളുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ വഴിമുട്ടും. അപ്പം ആ ഒരു പെൺകുട്ടിയുടെ ജീവിതം അവിടെ നശിപ്പിക്കുകയാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അയാളുടെ പെങ്ങളാണ്. ആ പെങ്ങളെ വിവാഹം കഴിപ്പിച്ച് അയക്കാനോ, കൂടാതെ വിവാഹം കഴിപ്പിച്ച് അയച്ചു കഴിഞ്ഞാൽ അയാളുടെ പിന്നെ കാര്യങ്ങൾ മുഴുവൻ വഴിമുട്ടുമെന്ന് വെച്ചിട്ട് അയാൾ അതിന് തയ്യാറാവുന്നില്ല. കൂടാതെ അയാൾ പിന്നെ അയാളുടെ സ്വത്ത് മുഴുവൻ പോകും. കാരണം മരുമക്കത്തായ സമ്പ്രദായമാണ്. അതുകൊണ്ട് അയാൾ അത് പിന്നെ സ്വത്ത് കൈവിട്ട് പോകാണ്ടിരിക്കാനും അദ്ദേഹത്തിനെ നോക്കുവാനും വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യണം, രാജമ്മേനെ അവിടെ തന്നെ നിർത്തിയിരിക്കുകയാണ്. പെങ്ങളെ വിവാഹം കഴിപ്പിച്ചയക്കാണ്ട് നിർത്തിയിരിക്കണം. ദോ ഹിസ് എൽഡർ സിസ്റ്റർ ജാനമ്മ ഈസ് മാരീഡ് ആൻഡ് ബിയേഴ്സ് ചിൽഡ്രൻ. അപ്പം അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരി ജാനമ്മ കല്യാണം കഴിച്ചിട്ടുണ്ട്, കുട്ടികളുണ്ട്. ഉണ്ണി ഈസ് അൺവില്ലിങ് ടു പാർട്ട് വിത്ത് ദ ഫാമിലി പ്രോപ്പർട്ടി ടു ഹർ സൺ. പക്ഷേ ഈ ഉണ്ണി എന്ന് പറയുന്ന കഥാപാത്രം പിന്നെ ആ കുടുംബ സ്വത്ത് അവളുടെ മകനും ഷെയർ ചെയ്യാൻ തയ്യാറാവുന്നില്ല. ഇൻ ദ ഫിലിം ദ ടെർമിനേഷൻ ഓഫ് രാജമ്മാസ് ഡിസയർ ടു ഗെറ്റ് ഇൻ ടു വെഡ്ലോക്ക് സജസ്റ്റ് ദ ടെർമിനേഷൻ ഓഫ് ദ മരുമക്തായം എക്സിസ്റ്റ് ഡ്യൂറിംഗ് ദ ഫ്യൂഡലിസ്റ്റിക് ഇറ ഇൻ കേരള. ഇൻ ദ ഫിലിം ടെർമിനേഷൻ ഓഫ് രാജമ്മ ഡിസയർ ടു ഗെറ്റ് ഇൻ ടു വെഡ്ലോക്ക്. തൻ്റെ രാജമ്മയുടെ ആഗ്രഹം, ആ വെഡ്ലോക്ക് അല്ലെങ്കിൽ വിവാഹബന്ധം, അത് ഒഴിവാക്കാനുള്ള ആഗ്രഹം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലൊരു മരുമക്കത്തായം എന്നുള്ള കാര്യം പിന്നെ അതിൻ്റെ ഒരു ടെർമിനേഷനാണ്, അതിൻ്റെ ഒരു ഇല്ലാതാക്കലാണ്. പിന്നെ ഫ്യൂഡലിസ്റ്റിക് കാലഘട്ടത്തെ കേരളത്തിലെ നിലനിന്നിരുന്ന ആ മരുമക്കത്തായം ഇല്ലാതാക്കൽ മറ്റേ സംവിധായകൻ കാണിക്കുന്ന രാജമ്മയുടെ ആഗ്രഹമാണെന്ത്, ആ വിവാഹബന്ധം ഒഴിവാക്കുക എന്നുള്ളത്. അതിലൂടെ അതും കൂടെ എഴുത്തുകാരൻ കാണിച്ച് തരുന്നു. ഇത്രയാണ് നമ്മൾ പിന്നെ എലിപ്പത്തായം എന്ന് പറഞ്ഞ മൂവിയുടെ ഒരു സ്പെഷ്യാലിറ്റി. നിങ്ങൾ എന്തായാലും ഇത് കാണുക. പിന്നെ താങ്ക് യു വെരി മച്ച്.